ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന RRB NTPCയുടെ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു 21-ാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആവുന്നതെന്ന്. അപ്പം നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സും അതേപോലെ ഏജ് ലിമിറ്റ്, എത്ര വേക്കൻസീസ് ഉണ്ടെന്നൊക്കെ ഉള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ നോട്ടിഫിക്കേഷനിൽ നോക്കാം. അപ്പോൾ നമുക്ക് ഡേറ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് വന്നിരിക്കുന്നത് നമുക്കറിയാം 4-ാം തീയതിയാണ്, ഒക്ടോബർ 4-ാം തീയതി ആയിരുന്നു ഇതിൻ്റെ ഷോർട്ട് നോട്ടീസ് പുറത്തു വന്നത്. അപ്പം ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 21/10/2025 ആണ്. അപ്പം ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 20/11/2025. അതേപോലെ പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നതും 22/11/2025 ആണ്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ പേയ്മെൻറ്റും കറക്റ്റായിട്ട് ചെയ്തെന്ന് ഉറപ്പ് വരുത്തണം. ഇൻ കേസ് പേയ്മെൻറ്റ് കൊടുക്കാൻ നിങ്ങൾ മറന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈമിൽ തന്നെ പേയ്മെൻറ്റും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് മോഡിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് 23/11/2025 മുതൽ 2/12/2025 വരെയാണ്. അതേപോലെ സ്ക്രൈബ് ആവശ്യമായിട്ടുള്ളവർക്ക് സ്ക്രൈബിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 3/12/2025 മുതൽ 7/12/2025 വരെയാണ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 21/10/2025 അതേപോലെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 20/11/2025 ആണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കാതെ എല്ലാവരും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നീട് ഇതിൽ മെയിനായിട്ട് വരുന്നത് നമുക്കറിയാം ഇതിൽ ഏതൊക്കെ പോസ്റ്റുകളാണ്. ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പം ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഇതിലുള്ളത്. അപ്പം മെയിനായിട്ട് വരുന്ന പോസ്റ്റുകളാണ് 6 പോസ്റ്റുകളാണ് മെയിനായിട്ട് ഇതിലുള്ളത്. അപ്പം നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആണ് ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത്. അത് ലെവൽ 6 പോസ്റ്റ് ആണ്. 35,400 രൂപയാണ് ഇതിന്റെ ഇനീഷ്യൽ പേ ആയിട്ട് വരുന്നത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് B2 ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ടോട്ടൽ വേക്കൻസീസ് വന്നിരിക്കുന്നത് 161 വേക്കൻസീസ് ആണ് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന പോസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത്. സെക്കൻഡ് വന്നിരിക്കുന്നത് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. അപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പം ഡിഗ്രി യോഗ്യതയുള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് സ്റ്റേഷൻ മാസ്റ്ററുടേതും. അതിന്റെ ലെവൽ 6 തന്നെയാണ് അതിന്റെയും പോസ്റ്റ് വരുന്നത്. ഇനീഷ്യൽ പേ വരുന്നത് 35,400 ആണ്. ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് A2 ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് ഇവിടെ. അതേപോലെ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് 615 വേക്കൻസീസ് ആണ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത്. പിന്നീട് വരുന്നതാണ് ഗുഡ്സ് ട്രെയിൻ മാനേജർ. അത് ലെവൽ 5 പോസ്റ്റ് ആണ്. 29,200 ആണ് ഇതിന്റെ ഇനിഷ്യൽ പേ എന്ന് പറയുന്നത്. അതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും A2 ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. അതിന്റെ ടോട്ടൽ വേക്കൻസീസ് എന്ന് പറയുന്നത് 3,416 വേക്കൻസീസ് ആണ് ഗുഡ്സ് ട്രെയിൻ മാനേജർക്ക് വന്നിരിക്കുന്നത്. പിന്നീട് നെക്സ്റ്റ് 4-ാമത്തെ പോസ്റ്റ് ആണ് ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ്. അത് ലെവൽ 5 ആണ്. അതിന്റെ ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് 29,200 ആണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് C2 ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ തന്നെയാണ്. അതിന്റെ വേക്കൻസീസ് എന്ന് പറയുന്നത് 921 ആണ് ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റിന്റെ വേക്കൻസീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന പോസ്റ്റ് ആണ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അതും ലെവൽ 5 ആണ്. 29,200 ആണ് അതിന്റെയും ഇനിഷ്യൽ പേ വരുന്നത്. C2 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ തന്നെയാണ് അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ 638 വേക്കൻസീസ് ആണ് ആ ഒരു പോസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത്. പിന്നീട് ലാസ്റ്റിൽ വരുന്ന പോസ്റ്റാണ് ട്രാഫിക് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അത് ലെവൽ 4 ആണ്. 25,500 രൂപയാണ് അതിന്റെ ഇനിഷ്യൽ പേ വരുന്നത്. A2 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ തന്നെയാണ് അതിന്റെയും ഏജ് ലിമിറ്റ്. 59 വേക്കൻസീസ് ആണ് ആ ഒരു പോസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത്. ടോട്ടൽ 5,810 വേക്കൻസീസ് ആണ് ഗ്രാജുവേറ്റ് ലെവലിൽ വിളിച്ചിരിക്കുന്നത്. അപ്പം 5,810 വേക്കൻസീസ് ഈ 6 പോസ്റ്റുകൾക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഏത് പോസ്റ്റിനാണോ പ്രിഫറൻസ് ഉള്ളത് ആ പോസ്റ്റിനനുസരിച്ച് പ്രിഫറൻസ് കൊടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ വേക്കൻസീസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ നിങ്ങളുടെ പ്രിഫറൻസും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഡിഗ്രി ഉള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഡിഗ്രി പാസ്സായ ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഗ്രാജുവേറ്റ് ലെവലിൽ വിളിച്ചിരിക്കുന്ന ഈ NTPCയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം മറക്കാതെ ഈ കറക്റ്റ് ഡേറ്റിൽ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ ഏജ് ലിമിറ്റ് പറഞ്ഞു 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണെന്ന്. പിന്നീട് വരുന്ന കാറ്റഗറിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷനും കാര്യങ്ങളും നോർമലി ഉള്ളതുപോലെ തന്നെ ഉണ്ടാവും. അത് നോക്കുവാണെങ്കിൽ ഇപ്പോൾ SC STക്ക് ആണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അതേപോലെ OBCക്ക് 3 വർഷത്തെ, എക്സ് സർവീസ്മെന്റിന് അങ്ങനെ
എല്ലാവർക്കും ആ കാറ്റഗറീസിന് വരുന്ന ഓരോ കാറ്റഗറിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ നമ്മൾ നോർമലി എല്ലാ എക്സാംസിനും ഉള്ളതുപോലെ തന്നെ ഇവിടെയും ഉണ്ട്. അത് നോട്ടിഫിക്കേഷനിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ജനറലി ഉള്ള ഏജ് ലിമിറ്റ് ആണ് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് നമ്മൾക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീസ് നോക്കുവാണെങ്കിൽ നോർമലി എല്ലാവർക്കും 500 രൂപയാണ് ഫീസ് വരുന്നത്. വുമൺ, അതേപോലെ SC ST, എക്സ് സർവീസ്മെൻ, PWD തുടങ്ങിയവർക്ക് 250 രൂപയാണ് ഇതിന്റെ ഫീസായിട്ട് വരുന്നത്. നമ്മൾ കൊടുക്കുന്ന ഫീസ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റീഫണ്ട് ചെയ്യുന്നതാണ്. അപ്പം എക്സാം ഫീസ് ഉണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും ഇത് അപ്ലൈ ചെയ്യാതിരിക്കരുത്. അപ്പം നമ്മൾ ഫീസ് അടച്ച് നമ്മൾ ഇത് അപ്ലൈ ചെയ്താലും നമുക്കിത് നമ്മൾ വൺസ് ഇതിന്റെ എക്സാം എഴുതി കഴിയുമ്പോൾ നമുക്കിത് റീഫണ്ട് ആവുന്നതാണ്. പിന്നീട് നമ്മൾ ഇതിന്റെ എക്സാം പാറ്റേൺ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇതിന് CBT 1, CBT 2 അങ്ങനെ 2 ഘട്ടങ്ങളുണ്ട്. അതിൽ CBT 1 നമുക്ക് ആദ്യം വരുന്ന എക്സാം CBT 1 ആണ്. നമ്മൾ CBT 1 ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് CBT 2 പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ CBT 1 വരുന്ന എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ജനറൽ അവയർനെസിന്റെ 40 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, മാത്സിന്റെ 30 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ ടോട്ടൽ 100 മാർക്കിന്റെ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 90 മിനിറ്റ് ആയിരിക്കും അതിന്റെ ടൈം എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഇതിന്റെ എക്സാം പാറ്റേൺ വരുന്നത്. അപ്പം നമ്മൾ CBT 1 കൃത്യമായിട്ട് അവർ പറയുന്ന കട്ട് ഓഫ് ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് CBT 2 എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ CBT 1 നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. അപ്പോൾ നമുക്ക് നോർമലി നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് അറിയാം ഈ ടോപ്പിക്കുകളൊക്കെ നമ്മൾ എല്ലാ എക്സാംസിനും പഠിക്കുന്നതാണ്. അപ്പം ഇപ്പോൾ 2024 NTPCയുടെ എക്സാംസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാനും എക്സാം പാറ്റേൺ നോക്കാനും ഒക്കെ അത് നമുക്ക് ഒരുപാട് സഹായകമാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ 24 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് അത് ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നോക്കി കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ നോട്ടിഫിക്കേഷനിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പുറകെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ RRB NTPCക്ക് ആയിട്ട് നമ്മൾ ഡിഗ്രി ബാച്ചിനും അതേപോലെ +2 ലെവലിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ വരുന്നുണ്ട്. അപ്പം +2 ഡിഗ്രി കഴിഞ്ഞവർക്കുള്ള NTPC എക്സാംസിൻ്റെ ബാച്ചസ്, ഓൺലൈൻ ബാച്ചസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കമന്റ് സെക്ഷനിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ബാച്ചിൽ നിങ്ങൾക്ക് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും കിട്ടുക, മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ കണ്ടന്റും നമ്മൾ ഈ ഒരു ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ നമുക്ക് NTPCക്ക് ആയിട്ട് നമ്മുടെ ഓഫ്ലൈൻ ബാച്ചസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓഫ്ലൈൻ ലൊക്കേഷൻ വരുന്നത് അടൂരാണ്. അപ്പോൾ നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.